ഹായ്, ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടാകുമ്പോഴത്തേനും അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേനും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം ക്യാരറ്റ്, ഗ്രീൻ പീസ്, പച്ചമുളക്, സവോള ഇത്രയും അരിഞ്ഞ് വെച്ചത് നമുക്കിതിനകത്തോട്ടിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്നൊന്നര മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടാം. അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കാബേജും കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. എന്നിട്ടത് ചെറിയ പീസാക്കി ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. പിന്നെ മുട്ടയും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി ബസുമതി റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഈ പച്ചക്കറി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചോറും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഈ വെജിറ്റബിളും ചിക്കനും ചോറും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു സ്പൂണ് സോയാ സോസും കൂടെ ഒഴിക്കുക. സോയാ സോസ് ഇഷ്ടമുള്ളവർ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പും കൂടെ ഇടുക. മല്ലിച്ചപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഫ്രൈഡ് റൈസിന്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നാണേലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും തയ്യാറാക്കി ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. ബൈ.